നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു WC-PC കണക്ടർ വെച്ചാണ് ഒരു ക്ലോസറ്റ് വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ ബ്രാൻഡിൻ്റെ ഒരു 300 mm ഒരു സ്യൂട്ട് 1 പീസ് സ്യൂട്ട് വെക്കാനാണ് വന്നിട്ടുള്ളത്. 1 പീസ് ക്ലോസറ്റ്. അപ്പോൾ നമുക്കിത് വെക്കേണ്ടി ഇവിടെ ഈ PC കണക്ടർ ഉപയോഗിക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു പഴയ ബാത്റൂമായിരുന്നു. ഇതിൽ ആദ്യം ഒറീസാപ്പാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒറീസാപ്പാൻ മാറ്റിയിട്ട് നമ്മൾ 300 mm പൈപ്പ് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇതിൽ പഴയ ടൈലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പഴയ ടൈല് പൊളിച്ചിട്ട് ചെയ്യുമോ അല്ലാതെ ചെയ്യുമോ എന്നുള്ള സംശയത്തിലായിരുന്നു. അപ്പോൾ നമ്മളത് പൊളിച്ചിട്ടാണ് പിന്നെ ഈ ടൈൽ ഒട്ടിച്ചത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചു വെച്ചാൽ, ഇവിടുത്തെ ഗ്യാപ്പ് മാറ്റം വന്നിട്ടുണ്ട്. അത് 12 ഇഞ്ച് വേണ്ടത് ഇപ്പോൾ ഒരു ഏകദേശം 14 ഇഞ്ചോളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലോട്ട് 14 ഇഞ്ച് നമ്മൾ ചുമരിന് ബാക്ക് സൈഡ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബേക്കിലേക്ക് ക്ലോസറ്റ് വെച്ചാൽ ഏകദേശം ഒരു 10 cm അവിടെ ബേക്കിൽ ഗ്യാപ്പ് വരും. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഓൾറെഡി ബാത്റൂം വീതിയില്ലാത്ത ബാത്റൂമാണ്. ആകെ 1 മീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ ഇത് സെറിൻ്റെ കുറച്ച് വലിയ ക്ലോസറ്റ് ആയതുകൊണ്ട് നമ്മൾ മുട്ടുനാല് ചുമരുന്ന തട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ WC-PC കണക്ടർ അറിയുന്ന ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 3 ഇഞ്ചോളം നമുക്ക് എന്ത് കിട്ടും, അതായത് 260 mm വരെ നമുക്ക് ക്ലോസ്റ്റ് അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയും. അത് ചെറിയ ഗ്യാപ്പിൽ നമുക്ക് ചുമർമക്ക് വെച്ചാൽ എന്തുള്ളൂ, അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വെക്കുക എന്നുള്ളൊക്കെ ഒരു ഡെമോയാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യണം പൈപ്പ്. സാധാരണ നമ്മൾ പൈപ്പ് കട്ട് ചെയ്യുമ്പം ഒരു 5 mm ഒക്കെ ഒരു ഹൈറ്റിനാണ് കട്ട് ചെയ്യുക. ഇത് നമ്മൾ അത്ര ഹൈറ്റ് കട്ട് ചെയ്താൽ ക്ലോസറ്റ് ഇതിന്മേൽ ലോഡാവും, ഇതിന്മേലാവും ലോഡാകും. അപ്പോൾ നമ്മളിത് വാളിനൊപ്പമായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഈ 4 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് ഇതാ അതുപോലെ ഇറക്കി വെക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഫ്ലോറിന് പാകാക്കിയാണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് വെക്കുന്നത്. ഇത് നമ്മൾക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ചുമരിനോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നേരെ മറിച്ച് നമുക്ക് സാധാ യൂറോപ്യൻ ക്ലോസ്റ്റ് വെച്ച് കൊടുത്ത് ഇനി 1 പീസ് ക്ലോസ്റ്റ് വെക്കണമെന്ന് വെച്ചാലൊക്കെ നമുക്കിത് 300 mm ആക്കണമെങ്കിലൊക്കെ ഈ സാധനം എന്താ ഇതിങ്ങനെ തിരിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ചുമരുമെന്നുള്ള അകലം കൂട്ടാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 ഇഞ്ചിൻ്റെതാണ്. ഇതിൻ്റെ പല അളവിലുള്ളത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം 360 ഉണ്ടായിരുന്നത്, 360 370 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 330 ആയിട്ടുണ്ട്. ഈ ക്ലോസ് ഇതിലേക്ക് വെച്ച് നോക്കാം കേട്ടോ. നമ്മൾ ഓഫ്സെറ്റ് കണക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് കൺസീൽഡ് താഴോട്ട് ഇറക്കണം. ഇത് ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ് വെക്കുമ്പോൾ കുറച്ച് പൊന്തി നിൽക്കാൻ സാധ്യതയുണ്ട്. ലോഡ് ഇതുപോലെ താഴെ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരളവ് ആദ്യം മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യേണ്ട ഏരിയ ഒരു ചെറിയ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കളഞ്ഞിട്ട് ഇത്ര ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് ഈ പൈപ്പ് 1 ഇഞ്ച് നമുക്ക് താഴ്ത്തി എടുത്താലേ ഇത് നമുക്ക് സീറ്റിംഗ് ആയി കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ഇതിമ്പോൾ ബുഷ് വെച്ചിട്ട് ക്ലോസ്റ്റ് വെക്കാൻ. വീഡിയോ എടുക്കാം, അല്ല വോയിസ് കൊടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് ഇവിടെ ഈ ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്നും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണ്ട വെച്ച് നോക്കുമ്പോൾ ഒരു ലേശം കൂടി ഇവിടെ കട്ട് ചെയ്ത് വേണ്ട. പിന്നെ ഇതൊന്നും അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കണം, ഒന്നിങ്ങനെ പൊന്തി നിൽക്കണം. ഒരു ലേശം കൂടി താഴെയുണ്ട്. നമുക്ക് ഈ സൈഡ് ഈ 4 ഇഞ്ചിൻ്റെ സൈഡ് ഒന്നും കൂടി ചെറുതായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ PC കണക്ടർ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാ ഏകദേശം നമ്മൾ ഇത്രയാണ് കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്ത് ഇവിടുത്തെ ചിസലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിത് ബുഷിൽ ഇതിലോട്ട് ഇറക്കി വെച്ചാൽ ഇതാ കറക്റ്റ് സീറ്റിങ്ങിനുള്ള ഭാഗമായിട്ടുണ്ട്. ഏകദേശം 5 mm മാത്രമാണ് ഉള്ളത്. നമുക്ക് ഇതിൽ നല്ല ഗ്രൗട്ടും പരിക്കനൊക്കെ ഇട്ടാണ് ഇത് നമുക്ക് ആദ്യം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഈ ബുഷ് വെച്ചിട്ട് വേണം ക്ലോസ്റ്റ് വെക്കാൻ. അപ്പോൾ കുറച്ച് കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ട് അതിതാണ് ഫില്ല് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല സ്ട്രോങ്ങിൽ കുറച്ച് പരിക്കം ഫില്ല് ചെയ്യാണ്, കുറച്ച് ലൂസ് ആക്കിയിട്ട്. കാരണം പിന്നെ ഇത് നനച്ചു കൊടുക്കലൊന്നും നടക്കില്ല എന്തായാലും. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്ത് ഗ്രൗട്ടൊക്കെ ഫില്ല് ചെയ്ത് നല്ല സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് ഒപ്പത്തിന്. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ PVCൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാതെ നോക്കണം. ഇത് കാലാകാലമായിട്ട് ഉണ്ടാവും. പിന്നെ വന്ന് മുടിയും ബാക്കി സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ വന്ന് അടിഞ്ഞ്
ഇത് പെട്ടെന്ന് ബ്ലോക്ക് ആകാൻ സാധ്യതയുള്ള വലിയൊരു പ്രശ്നമാണ് കേട്ടോ അത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുഷ് വെച്ച് ക്ലോസറ്റും വെച്ച് സൈഡിലും മാർക്ക് ചെയ്തിട്ട് വൈറ്റ് സിമെൻറ്റിലാണ് നമ്മൾ വെക്കുന്നത്. ഇത് നമ്മൾ സ്ക്രൂ ചെയ്യണില്ല, കാരണം ഇത് ബാക്കിലിങ്ങനെ നമുക്ക് തീരെ ഗ്യാപ്പ് കിട്ടില്ല സ്ക്രൂ ചെയ്യാൻ. ഇവിടെ ഓൾറെഡി ബാത്റൂം ഇടുങ്ങിയ ഒരു ബാത്റൂമാണ്, പിന്നെ നല്ല വെയിറ്റുള്ള ക്ലോസറ്റുമാണ്. നമ്മൾ വൈറ്റ് സിമെൻറ്റിലാണ് ഈ ക്ലോസറ്റ് വെക്കുന്നത്. നമ്മൾ ക്ലോസ്റ്റ് വെച്ചിട്ടുണ്ട്. ക്ലോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാളിൽ നിന്ന് ഇങ്ങോട്ടുള്ള സ്പേസ്. ഇതിപ്പോൾ നമുക്ക് ആകെ ഒരു 1.25 ഇഞ്ച് നമുക്ക് ഇവിടെ ഗ്യാപ്പ് വരുന്നുള്ളൂ കേട്ടോ. ആ സെയിം ഗ്യാപ്പ് തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം. 2 സൈഡും കറക്റ്റായിട്ട് അളന്ന് മാർക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ക്ലോസ്റ്റിൽ കുറച്ച് ചെരിഞ്ഞിരിക്കും. നമുക്കൊരു മാർക്കർ വെച്ചുകൊണ്ട് ഇതൊന്ന് സൈഡ് മാർക്ക് ചെയ്യുക ഗ്രൗട്ട് ഇടാൻ വേണ്ടിയിട്ട്. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പെർമനൻറ്റ് മാർക്കറൊന്നും ആരും എടുത്ത് മാർക്ക് ചെയ്യരുത് കേട്ടോ. പിന്നെ ഇത് പാട് പോലെ കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റുഭാഗം. നമ്മൾ വൈറ്റ് സിമെൻറ്റ് നല്ല ലൂസാക്കിയാണ്ട് ലൂസും അല്ല ടൈറ്റും അല്ല, ഒരു ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വരച്ചതിൻ്റെ ഉള്ളിലൂടെ ആണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലോസ്റ്റ് നോക്കുമ്പോൾ 2 ഭാഗത്തും ബൾജായിട്ടാണ് വരും കേട്ടോ. സെറ്റാക്കി കേട്ടോ. ആ മാർക്കിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് വെക്കുകയാണ് കേട്ടോ. വെക്കുന്നതിന് മുന്നേ പേപ്പർ കളയണം. നമ്മൾ ആദ്യം തന്നെ ഈ ബുഷ് വെച്ചിട്ട് ക്ലോസ്റ്റ് വെച്ചാൽ ക്ലോസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരക്കുമ്പോൾ ഈ റബ്ബറൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നമ്മളിത് വെച്ച് കറക്റ്റ് അളവ് ഭാഗം നോക്കിയതിന് ശേഷം പിന്നെ ഒന്ന് സൈഡൊക്കെ ചെരിച്ചിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നാൽ ഇപ്പോൾ ഈ റബ്ബറൊന്നും ഇതുപോലെ പോകില്ല. നമ്മൾ സൈഡൊക്കെ പൊന്തിച്ച് നമ്മൾ ആ ബുഷ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബുഷ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ സൈഡൊക്കെ അളന്ന് കറക്റ്റ് അളവ് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡൊക്കെ ബൾജായിട്ടുള്ളത് കണ്ടോ വൈറ്റ് സിമെൻറ്റ്, ഇത് അതുപോലെ ഉള്ളിലേക്കും ആയിട്ടുണ്ടാവും. നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള വൈറ്റ് സിമെൻ്റ് ഒക്കെ ഇനി നമ്മൾ തുടച്ചെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണമല്ലോ, കുറച്ചും ഒന്ന് ഇരുന്ന് ഇതൊന്ന് സെറ്റ് ആക്കണം, സീറ്റിംഗ് ആക്കണം, ഒന്ന് ഇളക്കി സീറ്റിംഗ് ആക്കണം. അങ്ങനെ സീറ്റിംഗ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ എക്സസ് വന്ന വൈറ്റ് സിമെൻ്റ് ഒക്കെ ബാക്കി വാരിയെടുക്കാം. ഇനി നമുക്ക് സീറ്റ് കവറാണ് വെക്കാനുള്ളത്. സീറ്റ് കവർ വെക്കുക, അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ടാങ്കിൻ്റെ അടപ്പിടുക, അതുപോലെ ആംഗിൾ പോസ്റ്റ് ഇട്ട് ഹെൽത്ത് പോസ്റ്റ് ഇട്ട് ഇടുക, ഒരു ടാപ്പ് ഇട്ട് ഒരു പോയിന്റ് അടച്ചിടുക. അത്രയ്ക്ക് ഉള്ളൂ ഈ പരിപാടി. അതോടെ കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫിനിഷായി കേട്ടോ. ചെയ്യുന്ന ചെറിയൊരു പീസും കഴിഞ്ഞ് ഇങ്ങനെ ഞാനിപ്പോൾ നമുക്ക് ഫുഡ് സ്പേസ് കിട്ടുന്നുണ്ട്. കണ്ടല്ലേ, ഫുഡ് സ്പേസ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു 13 ഇഞ്ച് 340 mm നമുക്ക് ഗ്യാപ്പ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഹെൽത്ത് പോസ്റ്റും ടാപ്പൊക്കെ വെക്കാനും സോപ്പ് ഡിഷ് ടവൽ അടയ്ക്കാനും അതങ്ങനെ വെച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും